എനിക്കിവിടെ ഒരു സ്കൂളിലത്തേക്ക് സാരിയുടെ കുറേ ഓർഡറുകളുണ്ടായിരുന്നു. അപ്പം ഞാനത് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം കൊണ്ടുവന്ന പാടെ ഞാനത് പൊട്ടിച്ച് നോക്കുകയാണ്. കാരണം നമുക്കിത് ഇന്ന് തന്നെ എല്ലാ ടീച്ചേഴ്സ്മാർക്കും കൊടുക്കാനുള്ളതാണ്. എൻ്റെ മനസ്സിലാകെപ്പാടെ ഒരു ടെൻഷനാണ്. നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങൾ തന്നെയാണോ വന്നത്, കളറെല്ലാം അതേപോലെ ആയിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനോട് കൂടിയാണ് ഞാനിത് പൊട്ടിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ടൈമില്ല. പൊട്ടിച്ചെടുത്തപ്പം ഏകദേശം നമ്മൾ കൊടുത്ത ടൈപ്പ് സാരികളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് വന്നൊരു ഓർഡറാണ്. ടീച്ചേഴ്സ്മാർക്ക് സ്കൂൾ തുറപ്പിന് എല്ലാവർക്കും ഒരേപോലെ ഉടുക്കാനായിട്ട് ടീച്ചേഴ്സ്മാരെല്ലാം കൂടെ ബുക്ക് ചെയ്തതാണ്. അപ്പം പെട്ടെന്നായതുകൊണ്ട് നമുക്കെല്ലാം ചടപടേന്നായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ കൊടുത്തത് തന്നെയാണ് വന്നേക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് തുണി ഇറക്കുന്ന ഷോപ്പുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് സാരി എടുത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഓരോ പാക്കേജ് വരുമ്പോഴും ടെൻഷനാണ്. നമ്മൾ പോയി എടുക്കുമല്ലോ, അവർ അയച്ചു തരുന്നതായതുകൊണ്ട് നമുക്ക് ഓരോ പാക്കേജിലും ടെൻഷനാണ്. പൊട്ടിച്ച് നമ്മളത് കാണുന്നത് വരെ ടെൻഷനാണ്. പിന്നെ ഇതെല്ലാം ഞാൻ കൊടുത്തത് കണക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത അത്രയും തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ എല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് നമ്മൾ ആദ്യമേ എണ്ണ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പം ടീച്ചേഴ്സ്മാർക്ക് സ്കൂൾ തുറപ്പിൻ്റെ അന്ന് ഇടാനാണ്. അതുകൊണ്ട് ചിലർ 2-3 പേര് ഒരു കളറ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഇന്ന് തന്നെ കൊടുത്തെങ്കിലേ അവർക്ക് സ്കൂൾ തുറപ്പിന് മുമ്പേ ബ്ലൗസൊക്കെ തയ്ച്ച് സ്കൂൾ തുറക്കുമ്പോഴത്തേന് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് എണ്ണ എല്ലാം എടുത്തു, കറക്റ്റാണ്. ഇനി എനിക്കിതിലെ ഓരോ സാരിയും നമുക്ക് നോട്ട് ചെക്ക് ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ എന്തുവാണെന്നൊക്കെ ഉള്ളത് ഒന്നേന്ന് നമ്മൾ ഈ സാരി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണിപ്പോൾ ഇതിൻ്റെ മോഡല്. പ്ലെയിൻ സാരിയുടെ കൂടെ കലങ്കാരി ബ്ലൗസാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുന്താണിയിൽ ഡാസിൽസും ഉണ്ട്. അപ്പോൾ ഇത് റെഡ് ബ്ലൗസും വയലറ്റ് സാരിയും. എല്ലാ സാരിയും പ്ലെയിനാണ്. അതിൻ്റെ ഡാസിൽസിൽ മാത്രം വ്യത്യാസങ്ങൾ വരും. സാരി ഇപ്പം വന്നിരിക്കുന്നത് ഖാദി കോട്ടൻ്റെ സാരിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഗ്രീൻ കളറാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ്. 1 മീറ്റർ ബ്ലൗസ് പീസ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ അത്ര ഗ്രീൻ കളറല്ല ഇത്. ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന് വരുന്നൊരു ഷെയ്ഡാണ്. ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ നല്ല ഗ്രീനുണ്ട്. അപ്പം ഇതാണ് സാരി, ഇത് ബ്ലൗസ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഓരോ സാരി എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. സാരി ഫുള്ള് അഴിച്ച് നോത്ത് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സാരികൾ ഇത്രയും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. കാരണം അത് അത്രയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ സാരി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്, അപ്പോൾ ഇതോടെ ഒന്ന് കാണിച്ചിട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. കലങ്കാരി ബ്ലൗസാണ്. 1 മീറ്റർ ബ്ലൗസുണ്ട്. നല്ല കോട്ടൺ ബ്ലൗസ് പീസാണേ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ബ്ലൗസ് തന്നെയെന്നില്ല, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിലും ഇടാം. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ വൈറ്റ് ഡാസിൽസ് ആയതുകൊണ്ട് വൈറ്റ് പ്രിൻ്റ് വരുന്ന ബ്ലൗസ് ഇടാം. പിന്നെ നമുക്കിത് പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇച്ചിരി ഹെവി വർക്ക് വരുന്ന ബ്ലൗസ് ഇട്ടിട്ട് പ്ലെയിൻ സാരി ആക്കാം. ഈ സാരിയിൽ വേണേൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സാരി കൊണ്ട്. കാരണം പ്ലെയിൻ സാരിയാണ്, തുച്ഛമായ പൈസയേ ഉള്ളൂ. പിന്നെ ഡാസിൽസ് വരുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇനി ഓരോ സാരിയും ഞങ്ങളൊന്ന് നോക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ എല്ലാ സാരിയും നമ്മൾ ചെക്ക് ചെയ്തു, ഡാമേജുകളൊന്നുമില്ല. ഇനി നമ്മളിത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും പേരുകൾ എഴുതി നമ്മുടെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റും വെച്ച് എല്ലാവർക്കും നമ്മളിത് പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. വൈകിട്ടിപ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എത്തിക്കേണ്ടടുത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ സാരി എല്ലാം ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാ ടീച്ചേഴ്സ്മാരുടെ കയ്യിലും കിട്ടി. ടീച്ചേഴ്സ്മാരുടെ അഭിപ്രായം കൂടെ ഒന്ന് നമുക്ക് അറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെൻഷൻ പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. അതുവരെ ചെറിയ ഇനിയൊരു ടെൻഷനും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു.